യെസ്, അങ്ങനെ കാന്ത എന്ന് പറയുന്ന പടം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ദുൽഖറിന്റെ ഒരു പെർഫോമൻസ് അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് നല്ല രീതിക്ക് കിട്ടി. ഔട്ട് ആൻഡ് ഔട്ട് ദുൽഖർ ഷോ എന്തിനാ പറയാം. കാരണം ആ ഒരു റേഞ്ചിൽ പടം ഒരു രക്ഷയില്ല വെച്ചാൽ ലാഗ് ആ ഒരു സംഭവമാണ് പടം ഇപ്പൊ ഇത്ര നെഗറ്റീവ് ഞങ്ങൾ വരാൻ തോന്നുന്നത്. എന്നിരുന്നാൽ പോലും ഒരു ക്ലാസ് പടം എന്നുള്ള രീതിയിൽ പടം ഒരു രക്ഷയില്ല. തുടക്കം മുതൽ അവസാനം വരെ എടുക്കുന്ന രീതിയും സത്യം പറഞ്ഞാൽ ഈ പടം കൊണ്ടുപോകുന്ന ദുൽഖർ തന്നെയാണ്. ദുൽഖറിന്റെ ഔട്ട് ആൻഡ് ഔട്ട് ദുൽഖർ ഷോ, ദുൽഖറിന്റെ KGF എന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു റേഞ്ചിലാണ് പടം വന്നിരിക്കുന്നത്. സമുദ്രകനിയുണ്ട്, റാണയൊക്കെ എല്ലാവരും മത്സരിച്ചാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഇവരെ എല്ലാവരെക്കാൾ ഒരുപടി മേലില് ഈ സിനിമയ്ക്ക് ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നു അല്ലേ? പിന്നെ നടപ്പ് ചക്രവർത്തി ജയിച്ചത് 100% അർഹതയാണ്. ചില ഷോട്ടുകൾ ഒരു രക്ഷയില്ല അല്ലേ? ചില പടം മേക്ക് ചെയ്തിരിക്കുന്ന രീതി പഴയ കാലഘട്ടം, ഒരു പഴയ കാലഘട്ടങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ പടങ്ങൾ പിടിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊക്കെ കുറ്റം പറയാം. നമുക്ക് നമ്മളെ ഇഷ്ടം മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ മറ്റുള്ളവരെ പറ്റിയോ അതൊന്നും പറയുന്നില്ല. പക്ഷേ 100% ഈ പടം നിങ്ങൾക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. ദയവ് ചെയ്ത് നിങ്ങൾ മാസ് പടമാണ് അങ്ങനെ ഇങ്ങനെ വെച്ചൊന്നും ഹൈപ്പ് കയറ്റി വരരുത്. സാധാരണ ഒരു ക്ലാസ് പടം, ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ, ആക്ടിങ്ങും അതിന്റെ അകത്തുള്ള കഥകളും 1950 നടക്കുന്ന കഥ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്താം. നമ്മുടെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. 100% നിങ്ങൾ നിരാശപ്പെടുത്തൂല, ആ ഒരു ഉറപ്പ്.